എന്നെ കൊണ്ട് ഇന്ന് എന്നാത്തിനാ കാളാഞ്ചി വെപ്പിച്ചേ? ഞങ്ങൾ വലിയൊരു ടൂർ കഴിഞ്ഞിട്ട് ഞങ്ങൾ എത്തിയതേ ഉള്ളൂ. എവിടെ പോയേക്കുമായിരുന്നു? ഞങ്ങള് ഹോങ്കോങ്, മെക്കാവോ, അമേരിക്ക, ലണ്ടൻ, ജപ്പാൻ, ഇന്ത്യ, കേരള, വിയൂർ, കണ്ണൂർ, പൂജപ്പുര, പാളയം, സ്റ്റാച്യു, പേട്ട, തിരുവനന്തപുരം, അങ്ങനെ എത്ര രാജ്യങ്ങൾ. സിംഗപ്പൂരിലൊക്കെ പോകുമ്പോ നമുക്ക് ബിരിയാണി അങ്ങനത്തെ കുറെ കാര്യങ്ങൾ കിട്ടും. എനിക്ക് ഇന്ന് കാളാഞ്ചി, അത് എറണാകുളത്ത് നാടൻ, അത് ചിത്രം ഉണ്ടാക്കുമ്പോ എന്റെ ദൈവം, അങ്ങനെയൊന്നും പറയരുത്. പേടിച്ച് പേടിച്ചായിരുന്നു ഉണ്ടാക്കിയേക്കുന്നേ. അത് ഉണ്ടാക്കുമ്പോ അതിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ബിരിയാണി വേണ്ടാന്ന് വെച്ചത്. ഓക്കെ, അങ്ങനെ. അപ്പൊ നമ്മൾ നാട്ടിലോട്ട് വരുമ്പോ എത്രയായാലും നമ്മൾ ഇച്ചിരി നമ്മുടെ ചോറും കറിയും കഴിക്കാനായിട്ട് ബിരിയാണി കഴിച്ച് മതിയായി. എവിടെ ചെന്ന് കഴിഞ്ഞാലും ബിരിയാണി സ്പെഷ്യൽ ഫുഡ്സ് ആണ്. അപ്പൊ പക്ഷേ എസ്പെഷ്യലി ആനി വെക്കുമ്പോഴത്തേക്ക് അതിനകത്തുണ്ടാകുന്ന ഒരു ടേസ്റ്റ്. ഇതിന്റെ കൂടെ എന്താണ്? പിന്നെ ഒരു ലസ്സി പാട്ടുകാർ കുടിക്കുമോ എന്നുള്ളത് അറിയത്തില്ല. പക്ഷെ എന്നാലും മാങ്ങയുടെ സീസൺ അല്ലേ, അപ്പൊ ഞാൻ മാങ്ങയുടെ കാര്യം പറയല്ലേ, ബാക്കി എന്ത് വേണേ പറഞ്ഞു. ഞാൻ കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരം രാത്രി കിടക്കുന്നതിന് മുമ്പും മാങ്ങ കഴിക്കും. ചേച്ചി അവിടെ ഇവിടെ എല്ലാം പോയേച്ചു വന്നേച്ചേ, ഒരു സ്പെഷ്യൽ ഫുഡ്സ് തന്നെ എല്ലാം കഴിച്ചു അവിടുത്തെ ടേസ്റ്റിന്റെ ഒരുപാട് കഴിച്ചു. അതാണ് നമ്മൾ അവിടെ നിന്ന് കഴിച്ചിട്ട് നമുക്ക് പിന്നെ അവസാനം എന്തൊക്കെയായാലും നമ്മൾ മലയാളീസാണ് അല്ലേ? അതെ, കറക്റ്റ്. നമ്മൾ ഇന്ന് വെളുപ്പിന് എത്തിയപ്പം നമ്മുടെ കേരളം കണ്ടപ്പോ എന്തൊരു സമാധാനം അല്ലേ? അയ്യോ, ഇവിടുത്തെ മഴ, കാറ്റ്, നമ്മൾ വിതച്ചുണ്ടാക്കുന്ന നെല്ല്, നട്ടു വളർത്തുന്ന പച്ചക്കറികൾ, ഓണം, വിഷു, നാടൻ കലകൾ. ഇവിടത്തെ ഒരു കൊതുക് കടിച്ചാൽ പോലും ഒരു secure feeling അല്ലേ? സത്യം.